ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് കാക്കുവിൻ്റെ റിസപ്ഷൻ നീറ്റാണ് കേട്ടോ. മെഹന്തി നീറ്റും കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഇടാൻ പോകുന്നത് ഒരു ഷോർട്ട് ടോപ്പും അതിന് പറ്റിയ ഒരു ജീൻസും ആണ് കേട്ടോ. പിന്നെ അതിന് പറ്റിയ സെയിം കളർ ഷെയ്ഡായിട്ട് വരുന്ന ഒരു ഷോളും ആണ് ഇതിന് പെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിനായിട്ട് പെയർ ചെയ്യണത് നമ്മളൊരു മാല ഉണ്ട് കേട്ടോ. ലോങ് ടൈപ്പ് വരുന്ന ഒരു മാലയാണ്. ലോങ് ടൈപ്പ് 1 ചെയിനായിട്ടുള്ള വരുന്ന ബ്ലാക്കും വൈറ്റും ഉള്ള കോംബോ ആണ് വരുന്നത് കേട്ടോ ഇതിന്. പിന്നെ ഇതിൽ ബ്ലാക്കും വൈറ്റും പിന്നെ താഴെ 2 മുത്തും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ ഇട്ടപ്പോൾ. അതിൽക്കൂടെ 2 കമ്മൽ, ഈ കമ്മൽ സ്റ്റാറിങ് വരുന്നതാണ് കേട്ടോ. പിന്നെ അതിൽക്കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ഒരു വാച്ചാണ് കേട്ടോ. വാച്ചും പിന്നെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്താണ്. ഒരു ബീക്സ് ഉണ്ടായിരുന്നു, ആ ബീക്സുമാണ് ഞാൻ ഇതിൽ കൂടെ ഷോളിൽ കുത്താൻ വേണ്ടി പെയർ ചെയ്തിട്ടോ. ഇതാണ് ആ ബീക്സ്. പിന്നെ ഇതിൽ കൂടെ ഞാൻ പെയർ ചെയ്തത് ക്യാൻവാസിൻ്റെ ഷൂ ആണ്. ലിങ്ക് ഇല്ല കേട്ടോ, ഞാൻ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തതാണ്, അതുകൊണ്ട് ലിങ്ക് ഇല്ല. ക്യാൻവാസിൻ്റെ അടിപൊളി ഷൂ ആണ്, ഞാൻ അന്ന് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ഷൂ ആണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലുക്ക് കേട്ടോ. ഞാൻ വേഗം റെഡിയായിട്ട് കാറിലങ്ങോട്ട് കയറി. അപ്പോൾ പോണ ടൈം ഞാൻ കുറച്ച് ലുക്കൊക്കെ കണ്ടോ. എൻ്റെ പൊന്നു സൂപ്പർ, എന്ന് ഇഷ്ടപ്പെട്ടു. സൂര്യൻ അസ്തമിക്കുന്നത് ഇത്രയും ഭംഗിയായിട്ട് കാണുന്ന ഫസ്റ്റ് ടൈമാണ്. കടലിൻ്റെ ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ കാണും, ഇത് ഫസ്റ്റാണ് ഞങ്ങളുടെ ആ ഭാഗത്ത് നിന്ന് കാണുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കുറേ നേരം ഇങ്ങനെ തന്നെ നോക്കിയിരുന്നു. കുറേ നേരം നോക്കിയിരുന്നതിന് ശേഷം ഞങ്ങളുടെ റിസപ്ഷൻ ഹോള് എത്തിയിട്ടോ. വില്ലിയാണ്, മണ്ഡപമല്ല കേട്ടോ, വില്ലിയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. കയറി പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയാണ്, നല്ല കാണാൻ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. കയറുമ്പോൾ പോകുമ്പോൾ തന്നെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ പോയതും നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യുക, വേണമെങ്കിൽ എടുത്ത് കുടിക്കാം കേട്ടോ. ഞാൻ കുടിച്ചത് മൊജിറ്റോ ആണ്. മൊജിറ്റോ കുടിച്ചത് ഗ്രേപ്പ് ഓറഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ കാക്കും താത്തി എത്തണമുണ്ടായിരുന്നു. സ്റ്റേജിലേക്ക് ഒരു കുറച്ച് ഫോട്ടോഷൂട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഹോളിൽ സ്റ്റേജിൽ നമ്മൾ നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. ലൈവായിട്ടുള്ളതായിരുന്നു കേട്ടോ, ലൈവായിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു. കാക്കുൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മീനുകളിനെ നോക്കാൻ പോയിട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ മെയിൻ പരിപാടി ഫുഡടി. ലൈവായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇത് ലൈവല്ല, പക്ഷേ ദോശയൊക്കെ ലൈവായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതും കഴിച്ചപ്പോൾ ഒരുപാട് ടൈമായിട്ടോ. ഞാൻ അതിന് ഒരു ഐസ്ക്രീമും കഴിച്ചു, ഗുലാബ് ജാമുൻ ഐസ്ക്രീമും കഴിച്ചു. ടൈം ഒരുപാടായി. അപ്പോഴേക്കും ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് വേഗം വീട്ടിലേക്ക് വന്നു കേട്ടോ. നാളെ എക്സാം ആയിരുന്നു, അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ വീട്ടിലെത്തി ഒരു ഗ്ലാസ് ജ്യൂസും കഴിച്ച് ഗുഡ് നൈറ്റായി. അപ്പോൾ ബൈ.